നമ്മുടെ ഫുട്ബോളിന്റെ കാലമാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പിന്റെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ എത്തുകയാണ് ബോളാങ്കോളം. ആ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് ഡയറക്ടറോട് തന്നെ ശ്രദ്ധിക്കാം. ഡയറക്ടറോട് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനുണ്ട്. എന്താണ് ബോളാങ്കോളം? ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് തിയേറ്ററിൽ എത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ ഇതിന്റെ ഷൂട്ട് തുടങ്ങിയത്? ഫുട്ബോളിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡിലേ വന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. ഈ വേൾഡ് കപ്പ് വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി. കാരണം ഇത് ഫുട്ബോളിന്റെ പീക്കായ സമയമാണ്. അപ്പോൾ തിയേറ്ററുകളിലേക്കുള്ള ആൾ വരുമോ എന്നുള്ള ഒരു സന്ദേഹമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് സിനിമയ്ക്ക് നല്ല റിവ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് ഹോപ്പ്ഫുൾ ആണ്, പ്രതീക്ഷയാണ്. നമുക്ക് അതിന്റെ കഥയിലേക്ക് കിടക്കുന്ന മുമ്പ് ഉണ്ണിയേട്ടൻ ചോദിക്കട്ടെ. സിനിമ ഞാൻ കണ്ടതാണ്, തകർത്തിട്ടുണ്ട്. സിനിമകൾ കണ്ടില്ലേ? അതെ. ശരിക്കും എങ്ങനെയാണ് ഫുട്ബോളൊക്കെ പണ്ട് സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് കുറെ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അല്ല, ഞാൻ അതിനെ പറ്റിയൊന്നും അവരോട് പറഞ്ഞില്ല. അഭിനയത്തിന് വിളിക്കല്ലേ എന്നെ, പിന്നിപ്പോ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് ഉണ്ണിയേട്ടൻ റഫറിയാണ്. പഴയ പുലിയാണ് ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ. പഴയ കാലത്ത് ഞാൻ കളിച്ചിരുന്നു, സെൻട്രൽ ഫോർവേഡായും ബാക്കായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് കഥയിലേക്ക് പോകുന്നില്ല എങ്കിലും അതായത് ഫുട്ബോളാണ് ലഹരി അല്ലെ? നമ്മള് ഓരോരുത്തരും ഒരു ലഹരിയാണ്. അപ്പൊ നമ്മള് മറ്റു ലഹരിയിൽ നിന്നൊന്നും വഴി മാറാനായിട്ട് ഫുട്ബോൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഇത് കുറച്ചും കൂടി ഇപ്പൊ നിങ്ങളെല്ലാവരും പുറത്താണ് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒരു ജീവിതമായിട്ട് ഭയങ്കര ബന്ധം തോന്നുന്നു. അങ്ങനെ ജീവിതത്തിൽ നിന്നാണോ ഈ കഥ വന്നത്? തീർച്ചയായും ഇത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരുന്നതും ആ ഗ്രൗണ്ട് ഒരു വർഷത്തിന് ശേഷം നഷ്ടപ്പെടുന്നതും ഈ സിനിമന്റെ ഒരു പ്രമേയമാണ്. അതിന് നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിനെ നമ്മൾ ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് വൈബിന് വേണ്ടിയിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടിക്കറ്റ് സ്റ്റോക്കൺ എന്നാണ് ഈ ഒരു സിനിമന്റെ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും ഒരു ഗ്രൗണ്ട് റീബിൽഡ് ചെയ്യാനുള്ള ഒരു ടോക്കൺ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. സിനിമന്റെ വരുമാനം നമുക്ക് ഒരു സിനിമ ടിക്കറ്റ് എടുത്തൊരു സിനിമ കാണാം എന്നതിന്റെ അപ്പുറത്തേക്ക് ആ സിനിമ ഇവിടെ കാണുമ്പോൾ സിനിമ സ്ക്രീനിലല്ല, ഇത് സംഭവിക്കുന്നത് റിയൽ ലൈഫിലാണ്. ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് റിയൽ ലൈഫിൽ വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രമേയം അതാണ്. അത് ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ്. നടന്നിട്ടുള്ള സംഭവമാണ്, നാട്ടിൽ നഷ്ടപ്പെട്ടുള്ളത്. പിന്നെ ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ BBC ഡോക്യുമെന്ററി ഉണ്ട്. അവിടുത്തെ ടീനേജ് നമ്മൾ പാൻ കാർഡിൽ വെച്ചിട്ട് സംസാരിക്കുന്നു. അപ്പൊ ആ ഒരു യൂത്ത് ഡെവലപ്മെന്റ് ആശയത്തിന് മലപ്പുറത്തൊരു മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതും ആ കോച്ചിന്റെയും ശിഷ്യന്റെയും ആത്മബന്ധത്തിലൂടെയാണ് കഥ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.